പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പെയിനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. ഇന്ന് എനിക്ക് സംസാരിക്കുന്നത് ബിഗ് ബോസിനെ കുറിച്ചാണ് ഗൈസ്. ബിഗ് ബോസിൽ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടന്ന ഒരു അജഗജാന്തരമായ ഒരു വഴക്കിനെ കുറിച്ചാണ് ഗൈസ്. അജഗജാന്തരമായി ചർച്ചാ വിഷയമായ ഒരു വിഷയം, സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഒരു കാര്യം ഭയങ്കരമായിട്ട് വിഷയമാണ് ഗൈസ്. ഇന്ന് ഞാൻ അതേക്കുറിച്ച് തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. വേറെ ഒന്നുമല്ല, ഹൈജീൻ എന്നൊരു കാര്യം നമ്മുടെ ബിഗ് ബോസ് എന്നല്ല, ലോകമെമ്പാടും ഉള്ള പ്രേക്ഷകരെ കാണുന്ന ഒരു വലിയ ഷോ എന്ന നിലയിൽ ബിഗ് ബോസിൽ ഹൈജീൻ എന്നൊരു കാര്യം നമ്മൾ ചർച്ചാ വിഷയമാക്കണോ, അല്ലെങ്കിൽ ബിഗ് ബോസിൽ പറഞ്ഞ ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റം തന്നെ സംസാരിക്കേണ്ടതാണ് ഗൈസ്. നമ്മുടെ കുടുംബത്തിലെ കാര്യം പോലെ തന്നെ ബിഗ് ബോസിൽ അത് ഭയങ്കര അധികം ചർച്ചാ വിഷയമാകേണ്ട വിഷയം തന്നെയാണ് ഹൈജീൻ എന്നൊരു കാര്യം. ഇന്നലെ അവർക്കൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതില് അനുമോൾ എന്ന് പറയുന്ന ഹൈജീനെ 100% പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടുള്ള അനുമോൾ അതിനെക്കുറിച്ച് നമ്മുടെ രേണുവിനെ കുറിച്ച് ഒരു വലിയ അഭിപ്രായം അവിടെ പറയുകയുണ്ടായി. അല്ലെങ്കിൽ രേണുവിനെ കുറിച്ച് വലിയ ആരോപണം അവിടെ പറയുകയുണ്ടായി. അനുമോള് പറഞ്ഞ ആ ഒരു കാര്യമാണ് ഏറ്റവും കൂടുതൽ നമ്മള് എന്നൊരു രീതിയിൽ ശ്രദ്ധിച്ചത് ഗൈസ്. അതിനേക്കാൾ ആദ്യം ഞാനൊരു കാര്യം പറയാം. ഹൈജീന്റെ കാര്യത്തിൽ എല്ലാവരും കൂടി ചേർന്ന, നമുക്കിപ്പോ 100% നമ്മൾ ഹൈജീനുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ശുദ്ധമുള്ളവരാണ്, നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവർ നമ്മളെ കുറിച്ച് പറയുന്നതിൽ അഭിമാനിക്കാൻ ഒരു ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് അത് ഭാഗ്യം തന്നെയാണ് ഗൈസ്. അങ്ങനെ നമ്മുടെ ഡോക്ടർക്കാണ് ആ ഒരു ഭാഗ്യം കിട്ടിയത്. ഡോക്ടർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളൊക്കെ. അങ്ങനെ അനുമോളിന്റെ അവസരം വന്നപ്പോൾ അനുമോൾ പറഞ്ഞു നമ്മുടെ രേണുവിനെ കുറിച്ച് ഒരു വലിയ അഭിപ്രായം ഇവിടെ പറയുകയുണ്ടായി. അതായത് രേണുവിന്റെ തലയിൽ പെയിൻ കാണുന്നു, അല്ലെങ്കിൽ രേണു കുളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ അധികം കാര്യങ്ങൾ. രേണുവിന്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, രേണുവിന്റെ ഹൈജീനെ കുറിച്ചും രേണുവിന്റെ കുളിക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ലൈവ് കണ്ടവർക്ക് അറിയാൻ പറ്റും, അവിടെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ആദില നൂറ എന്ന് പറഞ്ഞ ആ രണ്ട് വ്യക്തികള് രേണുവിന്റെ ഹൈജീനെ പറ്റി പറയുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവർ പറയാറുണ്ട്, അവർ പലപ്പോഴും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അവരുടെ ജീവിതാഭിലാഷമാണ് രേണു ചേച്ചി വേറൊരു ഡ്രസ്സിൽ കാണുക, അല്ലെങ്കിൽ രേണു ചേച്ചി ഒന്ന് കുളിച്ച് കാണുക എന്നുള്ളത്. കുളിക്ക് ചേച്ചി എന്ന് അവർ പലതവണ ലൈവിൽ നിന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ, നമ്മുടെ വീടാണെങ്കിൽ നമുക്ക് എങ്ങനെയും ഏത് നിമിഷം എവിടെയും ഒരു ദിവസം കുളിച്ചില്ലേലും പ്രശ്നം. പക്ഷെ ഇത് അങ്ങനെയല്ല, ലോകമെമ്പാടും കാണുന്ന പ്രേക്ഷകർ കാണുന്ന ഒരു ഷോയാണ്. മാത്രമല്ല, അവിടെ നിൽക്കുന്ന നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനും, കാരണം എല്ലാവരും കളിക്കാനും ജയിക്കാനും വന്നിട്ടുള്ളവരാണ്. അന്നേരം നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിൽ പോലും എല്ലാവരും ക്ഷമിക്കണം പൊറുക്കണമെന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് പറയാനായിട്ടാണ് ഗൈസ് അവിടെ 17 പേരും അവിടെ ഉള്ള 18 പേർക്കും അത് തന്നെയാണ് ലക്ഷ്യം എന്നുള്ള കാര്യം. അന്നേരം അവരും അതിനെക്കുറിച്ച് രേണുവിന്റെ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ട് രേണുവിന് കുളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന രീതിയിൽ രേണു പല അഭിപ്രായങ്ങളും പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയാണെന്നുള്ള അനുമോൾ ഈ ഒരു ടാസ്കിൽ ഈ ഒരു കാര്യം എടുത്തങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനുള്ള രേണുവിന്റെ മനോഭാവം നമുക്ക് ദേഷ്യം വരുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ അവര് ഏത് രീതിയിലും, കാരണം ആദ്യത്തെ എപ്പിസോഡൊക്കെ കണ്ടവർക്ക് അറിയാം, രേണു പറഞ്ഞ പല കാര്യങ്ങളും ആരെന്തു പറഞ്ഞാലും എന്തോ ചെയ്യുന്നു പറഞ്ഞാലും എന്റെ 7 അയലോക്കത്ത് പോലും വരത്തില്ലടാ, രേണു ഫയർ ആടാന്ന് പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അത് കേട്ടപ്പോ നമ്മൾ വിചാരിച്ചു, സോഷ്യൽ മീഡിയയിലൊക്കെ നല്ല നെഗറ്റീവ് അഭിപ്രായമൊക്കെ ആയിട്ട് നല്ല തഴമ്പിച്ച വ്യക്തിയാണല്ലോ ഗൈസ്. എങ്ങും ഒരു രീതിയിലും ആരുടെ അഭിപ്രായങ്ങൾ രേണുവിന് അല്ലെങ്കിൽ ആരുടെ ആരോപണങ്ങൾ രേണുവിന് തൊടത്തില്ലെന്ന്. പക്ഷെ അതല്ല കാര്യം. ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് കാര്യം പറയുമ്പോൾ ഉടനെ ക്യാമറയുടെ മുമ്പിൽ വന്ന് പൊട്ടിത്തെറിച്ച് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് രേണു കരയുന്ന, അല്ലെങ്കിൽ കരയുന്ന ഒരു പ്രവണത അവിടെയും രേണു കാണിച്ചു. ഇന്നലെ അലങ്കോലമായ ഒരു ലൈവായിരുന്നു ഗൈസ്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ രേണുവിനെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തു. രേണു ചേച്ചി എന്താണ് ഈ കാണിക്കുന്നത്, ഇതെല്ലാം കാണിച്ച അങ്ങേയറ്റം ആരാധകർക്ക് പോലും എന്തുവാണ് ഇവര് കാട്ടിക്കൂട്ടുന്നത് എന്ന രീതിയിലായിപ്പോയി. എന്തൊക്കെയാന്ന് രേണുവിനെ അങ്ങനെ പറഞ്ഞൊന്നും വിടത്തില്ല, അത് ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ രേണു എന്ന് പറഞ്ഞ ബിഗ് ബോസിന്റെ അസറ്റ് തന്നെയാണ്, അവര് അത്യാവശ്യം റീച്ചുള്ള കണ്ടന്റും കൂടാണ്. അതുകൊണ്ട് അങ്ങനെ ബിഗ് ബോസ് വലിയ രീതിയിൽ അത് ഇടപെട്ടില്ല. എന്തൊക്കെയാണെന്ന് അനുമോൾ പറഞ്ഞ കാര്യം ഞാൻ ഇങ്ങോട്ടൊന്ന് വെക്കാം. ചെറുതായിട്ടോ, വേറെ വിഷമമൊന്നും വിചാരിക്കരുത്. രേണു ചേച്ചിയാണ് പല ഭാഗങ്ങളിലായിട്ട് ചേച്ചി തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പെയിനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി എക്സ്റ്റൻഷൻ വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും കുളിക്കാൻ പറ്റാത്തത്. അതെ, കുളിക്കുന്നില്ല, എനിക്കറിയില്ല. അല്ലെങ്കിൽ അനുമോളുടെ ഒരു വലിയ ആരോപണത്തിന് ശേഷം അവിടെ അരങ്ങേറിയ കാര്യങ്ങൾ അനവധിയായിരുന്നു. ഞാൻ ഇതിന് ക്ലിപ്പ് വെച്ച് നിങ്ങളെ ഞാൻ എന്തുവായാലും നിരാശപ്പെടുത്തുന്നില്ല. കാരണം രേണു വീട്ടിൽ പോകണം, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല, എന്റെ ഹൈജീൻ കാരണം നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളിയും കാര്യങ്ങളും. എനിക്കറിയത്തില്ല, ബിഗ് ബോസ് എന്നൊരു ഷോയിലോട്ട് നമ്മൾ പോകുമ്പം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത പോലെയൊക്കെയാണ് രേണുവിന്റെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ. കാരണം എനിക്ക് വീട്ടിൽ പോകണം, നമുക്കറിയാലോ അവിടെ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും എന്തെങ്കിലും പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. നമ്മളവിടെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും അത് ചോദ്യമായിട്ട് ഉന്നയിച്ച്, അല്ലെങ്കിൽ അത് വലിയൊരു ആരോപണമായിട്ട് ഉന്നയിച്ച് നമ്മളെ
കാരണം എല്ലാരും കളിക്കാനും ജയിക്കാനും വന്നിട്ടുള്ളവരാണ്. ആ ഒരു മനോഭാവം പോലും ഇല്ലാതെ എന്നെ അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കോലാഹലങ്ങൾ ഉണ്ടാക്കുന്നു, വീട്ടിൽ പോകണമെന്ന് പറയുന്നു, എല്ലാവരും സമാധാനിപ്പിക്കാനായിട്ട് ചെല്ലുന്നു. ഓക്കെ, ആ ഒരു പ്രശ്നം അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കണ്ടൊരു കാര്യമാണ് ഗൈസ്, അനുമോളാണ് ഇപ്പൊ കിച്ചൺ ടീമിലെ പ്രധാനപ്പെട്ട ആള്. അനുമോളുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കിച്ചൺ ടീമാണ് ഇപ്പോൾ കിച്ചൺ ഭരിക്കുന്നത്. അതും കിച്ചണിൽ വെച്ചുകൊണ്ട് അനുമോള് കാണിക്കുന്ന ഒരു പാചകം ഞാൻ ഇങ്ങോട്ട് വെക്കാം. നിങ്ങൾ എത്ര പേര് ഈ ഒരു സാധനം കണ്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ദയവ് ചെയ്ത് അടിയൊന്ന് കമന്റ് ചെയ്യണം. കാരണം എത്ര ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരാണെന്ന് പോലെ ഈ രീതിയിൽ പാചകം ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഹൈജീനെ 100% എന്താണ് പറഞ്ഞത്, തലയിൽ പേറിക്കൊണ്ട് നടക്കുന്ന അനുമോള് കാണിച്ചൊരു വലിയ കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. ഇവിടെ ഇരിക്കാം. ഞാൻ മുടി കെട്ടി വെച്ചിട്ടുണ്ട്, അത് വേണ്ടി ഞാൻ കെട്ടി വെച്ചിട്ടുണ്ട്. കുഴഞ്ഞു വെള്ളം വേണ്ട. ഓഫ് ചെയ്തു. കുറച്ചുപേര് അവിടെ നോക്കിക്കൊണ്ടിരിപ്പോണ്ട് ആര്യം വന്ന് അവിടെ ഒരു വലിയ ഷോ നടത്തുകൊണ്ട് ചേച്ചി ഇറങ്ങി പോകുന്നു പറഞ്ഞുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ആര്യം കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുകൂടാതെ ആര്യനാണെങ്കിൽ വീണ്ടും അതിന്റെ മണ്ടയൊക്കെ എറിയുന്നിട്ട് എന്തുകൊണ്ട് ഇനി തൊട്ട് ഞാൻ ഇങ്ങനെ പാചകം ചെയ്യട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആര്യം കുറെ അവിടെ ഷോ കാണിക്കുന്നുണ്ട്. ഞാനൊന്ന് ആലോചിച്ച് നോക്കട്ടെ, നമുക്ക് എത്ര ഹൈറ്റ് കുറഞ്ഞവരാണ് ഈ രീതിയിൽ പാചകം ചെയ്യുന്ന ആൾക്കാരുണ്ടോ? ഇത്ര ലോകമെമ്പാടും കാണുന്ന ഒരു ഷോയിൽ നിന്നുകൊണ്ട് അനുമോള് കാണിക്കുന്ന ഒരു കാര്യം എനിക്കറിയാം. അത്രയും വലിയൊരു ചെറിയ കാര്യത്തിൽ പേനെന്ന് പറഞ്ഞൊരു സാധനം ഈ ലോകത്ത് സ്ത്രീ എന്ന നിലയിൽ നമ്മൾ ജനിച്ചിട്ടുള്ള ഈ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും. എന്നാൽ അനുമോളുടെ ജീവിതത്തെ അനുഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അനുഭവിക്കുന്ന അത്രയും വലിയൊരു തെറ്റായിട്ട് തന്നെ അടിച്ചാക്ഷേപിച്ച ഒരാള് ഒരു രീതിയിലും മറ്റുള്ളവരെ ബാധിക്കാത്തൊരു കാര്യം അല്ലെ. രേണുവിന്റെ തലയിൽ പേനുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഹൈജീന്റെ വിഷയമായിട്ട് അത് മുന്നോട്ട് ഉന്നയിച്ചു. പക്ഷെ അത് മറ്റുള്ളവർക്ക് ഒരു രീതിയിലും മറ്റൊരു രീതിയിൽ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഈ അനുമോൾ ഈ കാണിച്ച ഒരു കാര്യം അത് കാഴ്ചക്കാരെന്ന നിലയിൽ അവിടെ നിൽക്കുന്നവരെ പോലെ കാലിനൊപ്പം ആ കാലിരിക്കുന്നതിനോടൊപ്പം തന്നെ പാത്രം വെച്ച് പാചകം ചെയ്യുന്ന ഒരു പ്രവണത, ഇത് മറ്റുള്ളവരെ അല്ലെങ്കിൽ അത് മറ്റുള്ളവരെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ കാണുന്നവർ കണ്ടിട്ട് കാണുന്നവർക്കൊന്ന് മനസ്സിലാവും അല്ലെ, കണ്ടോണ്ടിരിക്കുന്നവർക്ക് പോലും അറപ്പുണ്ടാവുന്ന കാര്യം. ഈ ഒരു വ്യക്തിയാണ് രേണുവിന്റെ ഹൈജീനെ കുറിച്ച് പറഞ്ഞവിടെ കോലാഹല സൃഷ്ടിച്ച. പക്ഷെ ഈ ഒരു കാര്യമൊന്നും അവിടെ ആരും ചോദിച്ചില്ല. രേണുവിനെ സംബന്ധിച്ച് പലരും ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടും അവർക്ക് അത്യാവശ്യം പ്രേക്ഷകരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടും നന്നായിട്ട് അവരെ ഊക്കാനും അവരെ വാരാനും ആൾക്കാരുണ്ട്. കാരണം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണമല്ലോ. എന്തെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം ചർച്ചാ വിഷയമാണല്ലോ. ലാലേട്ടൻ അടുത്ത വട്ടം വരുമ്പോ ചോദിക്കുമെന്ന് നമുക്കറിയത്തില്ല. എന്തൊക്കെയാന്ന് പറഞ്ഞാലും രേണുവിന്റെ ചില പ്രവണതകളാണ് ഗൈസ്. അതായത് നമ്മളൊരു കാര്യത്തോട് ഇതിനകത്ത് നമ്മളിപ്പം ഹൈജീൻ എന്നൊരു വിഷയത്തിൽ ഈ ഒരു വിഷയത്തെ കുറിച്ച് അനു സംസാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അനു ഈ ഒരു കാര്യം ആരോപണമായിട്ട് ഉന്നയിച്ചതോ അല്ല നമ്മുടെ വിഷയം. പക്ഷെ നമ്മൾ ആ ഒരു ഷോയെ കുറിച്ചൊരു മനോഭാവം ഇല്ലാതെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം, എനിക്ക് വയ്യായേ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു അവസ്ഥ. വോട്ട് കൊടുക്കുന്നവരെ കൂടെ വെറുപ്പിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെയായിരുന്നു ഇന്നലത്തെ കോലാഹലം. ഇനി ലാലേട്ടൻ വരുമ്പോ ഇതൊക്കെ ചോദിക്കുമായിരിക്കും, നമുക്ക് നോക്കാം. നിങ്ങൾ ഗൈസ് പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.